നല്ല സൂപ്പർ മൂവിയാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവിയാണ്. ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച് നല്ല രസമുണ്ട്. നല്ല രസമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. കോമഡി ആൻഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. കംപ്ലീറ്റ് കോമഡി അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് മീര ജാസ്മിൻ തന്നെയാണ് ഫുള്ള് നിറഞ്ഞ് ആടുന്നത് ആ സിനിമയിൽ. ഫൺ മൂവിയാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, വലിയ ഭാരമൊന്നുമില്ല, എടുത്ത് ചിരിക്കാം. പിന്നെ അതിനെ കീറി മുറിക്കായിരുന്നാൽ മതി. പെർഫോമൻസ് നല്ല പെർഫോമൻസാണ്. അശ്വിൻ്റെ ആയാലും എല്ലാവരും ന്യൂ കമേഴ്സ് കുറേ പേരുണ്ട്, കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. മീര ജാസ്മിൻ്റെ നല്ല പെർഫോമൻസാണ്, അശ്വിൻ്റെയും നല്ല പെർഫോമൻസാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് മൂവി. എങ്ങനെ എൻ്റർടൈനിൽ യൂത്ത് ഫാമിലി എന്നൊന്നും ഇല്ലല്ലോ. ചില മൂവീസിന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ 80+ എന്നൊക്കെ. അങ്ങനത്തെ ഒരു മൂവി ഒന്നുമില്ല. എല്ലാവർക്കും ഇരുന്ന് കാണാം, ചിരിക്കാം. എല്ലാവരും അശോകേട്ടനൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം ഭയങ്കര രസമായിട്ട് വേറൊരു ജോണറിൽ ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ മൂവി. കോമഡി പടമൊക്കെ, പക്ഷേ ഇതിൽ എൻ്റെ ലൈഫായിട്ട് അടച്ചു ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കാരണം എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 23 വയസ്സാണ്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേരും 23 വയസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 23-30 വയസ്സുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ജീവിതമായിട്ടുള്ള മെസ്സേജുള്ള സിനിമയാണ്. കാരണം അശ്വിൻ ജോസും മീര ജാസ്മിനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു ട്രെൻഡ് സെറ്റർ കാണാൻ പറ്റില്ല. കാരണം 30 വയസ്സുള്ള ചെക്കന് 23 വയസ്സുള്ള പെണ്ണ് ചെക്കൻ കല്യാണം കഴിക്കുന്ന അത് തുടർന്നുണ്ടാകുന്ന സംഗതപരമായിട്ടുള്ള യാത്ര നിമിഷങ്ങളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവാണ്. കാരണം കസ്തൂരി മാനിന് ശേഷം മികച്ചൊരു തിരിച്ചുവരവ് തന്നെയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അശ്വിൻ പറഞ്ഞിരുന്നു നല്ല സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സറിഞ്ഞു. മീര ജാസ്മിൻ ആണെങ്കിലും ബ്യൂട്ടിഫുൾ. VKP സാറ് ടോട്ടൽ പാക്കേജ് എൻ്റർടൈൻമെൻറ്റാണ്. എനിക്ക് തോന്നുന്നു വാഴ ഉണ്ടായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പാലും പഴം മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സ് വിത്ത് ഫാമിലി ഡെഫിനറ്റ്ലി. അതെ അശ്വിൻ ക്വീൻ തൊട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ അശ്വിൻ്റെയൊക്കെ ഒരു എല്ലാ സിനിമയും വരുമ്പോൾ ഇപ്പോൾ ഈവൻ വിജയിക്കണം, നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഫൈനലി ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ഫിലിം. അശ്വിൻ കാത്തിരുന്നു. നന്നായി വരട്ടെ. എന്തായാലും അടിപൊളി. അല്ല, പടം ഗംഭീരം, നല്ല സിനിമയാണ്. ഇപ്പം ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പറഞ്ഞത്, മീര ജാസ്മിൻ അശ്വിൻ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. അത് ആദ്യം കാണുമ്പോൾ നമുക്കൊക്കെ ഇവർ കോമ്പിനേഷനൊന്നും ചോദിക്കല്ലേ. അത് പക്ഷേ സ്ക്രീനിൽ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു രസം തന്നെ, ഞെട്ടൽ തന്നെയാണ് പടത്തിൽ. അങ്ങോട്ട് ഫാമിലിയായിട്ട് വന്ന് കണ്ട എല്ലാവർക്കും കണക്റ്റ് ആകുന്നൊരു സിനിമയായിരിക്കും. നന്നായിട്ടുണ്ട്, നല്ല സിനിമ. അത് നല്ലതാണ്. ഇപ്പോൾ അതിൻ്റെ ഹീറോ അശ്വിൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവർ രണ്ടുപേരും, പിന്നെ മീര ജാസ്മിൻ പറയണ്ടല്ലോ, അവർ രണ്ടുപേരെ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഫ്രഷ് ആയിരുന്നു, കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പാലും പഴവും പടം, അതായത് ഒരു ത്രൂ ഔട്ട് കോമഡി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അശ്വിൻ്റെ ആയാലും മീര ജാസ്മിൻ്റെ ആയാലും നല്ല ഗംഭീര പ്രകടനം. മീര ജാസ്മിൻ്റെ തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്തു പറയേണ്ടതല്ല, പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ പണ്ടത്തെ ദിലീപിൻ്റെ ഒരു പടമുണ്ട് മീനത്തെ താലിയാട്ട്. ആ ഒരു സെയിം കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നേക്കണേ. പക്ഷെ അത് എടുത്തുക്കുന്ന രീതി, അത് ഈ കാലത്തിൻ്റെ ഒരു കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും ത്രൂ ഔട്ട് കോമഡി പടം, അങ്ങനെയാണ് പടം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റർടൈനറാണ്. കോമഡിയൊക്കെ നല്ല രസമായിട്ട് ലാൻഡായിട്ടുണ്ട്. നമ്മൾ പണ്ട് മീരയുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതേ ഒരു ഹാപ്പിനെസ് ഐ ഫെൽറ്റ് അഗൈൻ. സോ ഹാപ്പി. ഒരുപാട് നല്ല സിനിമകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ലൈക്ക് ദർ ഇസ് മഞ്ജൂസ് മൂവി, ഭാവനാസ് മൂവി, മീറാസ് മൂവി, ചിന്നു ചാന്ദ്രിയുടെ മൂവി തൊട്ടപ്പുറത്തുണ്ട്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫ്രൈഡേ. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ റിയലി ഫെൽറ്റ് ലൈക്ക് നമ്മൾ ഈ കസ്തൂരിമാനൊക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു മീര ജാസ്മിൻ്റെ എനർജി തിരിച്ച് കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ഈ സിനിമ കണ്ടപ്പോൾ വന്നു. അടിപൊളി പടമാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ സന്തോഷമായിട്ട് വിഷമങ്ങളെല്ലാം മറന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചിരുന്ന് കാണാൻ വരുന്ന ഭയങ്കര അടിപൊളി ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടമാണ് പാലും പഴവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണണം. ഞാനും ഉണ്ട് ഇതിൽ, ചെറിയൊരു റോളിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി മസ്റ്റായിട്ട് ഇത് കാണണം, എല്ലാവരും കാണണം. അടിപൊളി മൂവിയാണ്, ഫാമിലി എൻ്റർടൈൻഡ് മൂവിയാണ്. പഴയ മീര ജാസ്മിൻ തിരിച്ചു വന്ന അടിപൊളി മൂവിയാണ്. എല്ലാവരും പോയി കാണാം, എൻ്റർടൈനാണ്. മെയിനായിട്ട് ഫാമിലിക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലി ആയിരിക്കും. ഇത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിലെ ഒരു തീം എന്ന് പറയുന്നത് ഈ ഏജ് ഡിഫറൻസ്, അതപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഭയങ്കര എൻ്റർടൈനായിട്ട് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പം പാലപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ശിവാജി ഗണേശൻ സാർ അഭിനയിച്ച ഒരു പാലപ്പഴമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലേ ഞാനത് കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാലമ്പഴത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു പാലമ്പഴമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്.
ഇത് GV പ്രകാശ് സാറിൻ്റെ ഒരു മേക്കിങ്ങിൽ ഒരു സ്കില്ല് ഇതിനകത്ത് കാണാം. മീര ജാസ്മിൻ എന്ന നടി പഴയ നമ്മുടെ അച്ചുവിൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഇതിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് ബേസും ഒക്കെ ആണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങളോട് നല്ല നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു കോമഡി ബേസിൽ വരുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. കുടുംബസമേതം നമുക്ക് യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു സീനുകളും ഇല്ലാതെ ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു എൻ്റർടൈനർ സിനിമയാണ് ചെയ്യാൻ നോക്കിയത്. എല്ലാവരും എൻ്റർടൈൻഡ് ആയി എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അഭിനയിച്ചൊരു സിനിമ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് പറയും? നമുക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള എന്നാൽ നമ്മളെപ്പോഴും കേൾക്കാത്ത ഒരു കഥ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ഏജ് ഗ്യാപ്പ് ഇല്ലാതെ എല്ലാവർക്കും നമ്മുടെ ഈ സിനിമ തന്നെ ഏജ് ഗ്യാപ്പിൻ്റെ ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഈ സിനിമ എല്ലാ ഏജിനും കാണാൻ പറ്റുന്നത്. എൻ്റർടൈനറാണ്, ലൈക്ക് ഒരു ഫൺ ഫിലിമാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്രിറ്റിസൈസ് ചെയ്ത് ഉദ്ധരിക്കുന്ന ഒരു അപ്രോച്ചിലല്ലാതെ കാണുമ്പോൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. ആൻഡ് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഹാഫിലൊക്കെ ഉള്ള നമ്മൾ ഒരുപാട് നമുക്കറിയാവുന്ന റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവരൊക്കെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീര ജാസ്മിനും അശ്വിനും ഒക്കെ ലൈക്ക് എനിക്ക് തോന്നുന്നു അശ്വിൻ്റെ പ്രത്യേകിച്ച് മീര ജാസ്മിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഷീസ് ലൈക്ക് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. അശ്വിൻ വളരെ എന്താ പറയുക, അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് എനിക്ക് തോന്നി ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. അടിപൊളി പടമാണ്. ഒരു 100% അല്ല, 100% എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല യൂത്തിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഇന്നത്തെ ജനറേഷൻ ഫാമിലിയും നമ്മളെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പ്രത്യേകിച്ച് പിന്നെ മീര ജാസ്മിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ പുള്ളിക്കാരി. അതുപോലെ തന്നെ അശ്വിനും രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ ഒരു ഹിറ്റ് പടം കിട്ടിയെന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. മീര ജാസ്മിൻ മാം കംബാക്ക് അല്ല, ഷീസ് ഓൾറെഡി ഹിയർ. എപ്പോഴും ഉണ്ടാവും. ഇനി നല്ല സിനിമകൾ ചെയ്യട്ടെ. ഇതേപോലെ നമ്മളെപ്പോലത്തെ പുതിയ ആൾക്കാർക്ക് പുള്ളിക്കാരി ഓപ്പർച്യൂണിറ്റീസ് തരട്ടെ. I think everybody loved her and she's done a great job in the film, and yes, she is back.